A major rescue operation is underway in Kerala's Wayanad district after a massive landslide struck the under construction Wayanad Tunnel Road project at Kalladi near Meppadi on July 7th. Triggered by torrential monsoon rains, the landslide occurred near Meenakshi Bridge at the entrance of the Anakkampoyil Kalladi Meppadi Tunnel project, which is being built to connect Kozhikode and Wayanad. Meanwhile, construction work had already been suspended following a stop memo issued because of heavy rainfall. According to the Wayanad district administration, several people have been rescued and admitted to hospital, while around 5 people have died. Authorities fear that death toll could rise as rescue teams continue searching for several missing workers trapped under the debris. Chief Minister V.D. Satheesan convened an emergency meeting and directed Revenue Minister A.P. Anil Kumar and Agriculture Minister T. Siddique to oversee the rescue operations. Siddique and Wayanad District Collector Meghashri DR are coordinating the search by verifying employment records to trace the missing workers. Kerala Health Minister K. Muralidharan said several people have been hospitalized and directed all hospitals in Wayanad to provide treatment to the injured labourers who are from outside Kerala. He added that preliminary reports indicate no local residents were affected. Wayanad MP Priyanka Gandhi said Chief Minister V.D. Satheesan is personally monitoring the rescue operations, while teams from the police, NDRF, SDRF, Civil Defence, the district administration, ministers T. Siddique and A.P. Anil Kumar, local party functionaries and other agencies are coordinating the rescue efforts. She expressed condolences to the victims' families, assured them of every possible support and appealed to the UDF workers and the public to assist while strictly following the administration's guidelines to ensure rescue and relief operations are not disrupted. നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രാഥമികമായ വിവരം ഒരാൾ മരണപ്പെട്ടു ദുരന്തത്തിൽ 7 പേര് ആശുപത്രിയിലാണ് 7 പേര് മിസ്സിംഗ് ആണ് അവരെ കാണാതായിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ മീനങ്ങാടിയിൽ നിന്നുള്ള നമ്മുടെ ഫോഴ്സ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കോഴിക്കോട് നിന്നുള്ള ഫോഴ്സ് കൂടി എത്തിച്ചേരും പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള സംസ്ഥാന പോലീസിൻ്റെ സംവിധാനങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തൃശ്ശൂരിൽ നിന്ന് ഡിഫൻസിൻ്റെ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് എല്ലാ സംവിധാനങ്ങളും അവിടെ വളരെ പെട്ടെന്ന് എത്തും ഇത് മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20-ാം തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ് നിർദ്ദേശം അവർ പാലിച്ചില്ല കനത്ത മഴ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് രാവിലെ 225 സെന്റിമീറ്റർ മഴ പെയ്തു എന്നുള്ളതാണ് ഇപ്പോഴും മഴയുണ്ട് വലിയ മഴയല്ലെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മഴയുണ്ട് ഇതൊരു ചെളി കലർന്ന മണ്ണാണ് അവിടുത്തെ മണ്ണിന്റെ ഘടന വളരെ വ്യത്യാസമാണ് അതിങ്ങനെ സ്ക്രാപ്പ് ചെയ്താണ് വെച്ചിരുന്നത് അത് നിലനിൽക്കുന്നതല്ല എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവിടെ പോയി തന്നെ കണ്ടു പരിശോധിച്ച് ബന്ധപ്പെട്ടവർക്ക് അവിടെ ആവശ്യപ്പെട്ടിരുന്നതാണ് ഒരു കരാറുകാരാണ് അത് നീക്കം ചെയ്യാറുള്ളത് എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ദുരന്തമാണ് ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അലർട്ടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ യെല്ലോ അലർട്ട് ആയിരുന്നു പക്ഷേ റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള മഴ ലഭിക്കുകയും ചെയ്തു പക്ഷേ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നില്ല യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അലർട്ടിന്റെ പ്രശ്നമല്ല മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മാറ്റാത്തതല്ലേ പ്രശ്നം 225 സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ചിട്ടുള്ള ഇതാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഇനി എന്തെങ്കിലും വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇത് പ്രാഥമികമായ വിവരങ്ങളാണ് ഞാൻ പറഞ്ഞത് പ്രാഥമികമായി കിട്ടിയ ഞാൻ ചോദിക്കട്ടെ അവിടെ ഈ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് പ്രശ്നം മഴ പെയ്താൽ അത് അപകടത്തിലാകും അത് അപകടത്തിലേക്ക് പോകും എന്നതും മൺസൂണല്ലേ പോകുമെന്നും മുൻകൂട്ടി ജില്ലാ കളക്ടർ തന്നെ ഉത്തരവായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഉത്തരവിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്